പാർട്ടി നേതാവാണ്. CPM-ന്റെ പ്രതിനിധി വരുന്നതേ ഉള്ളൂ. സാജു പോൾ, വികസനത്തിന്റെയും അഴിമതി വിമുക്തമായിട്ടുള്ളൊരു സർക്കാരിനും വേണ്ടി മോദി സർക്കാരിനെ മൂന്നാമതും അധികാരത്തിലേറ്റു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞത്. 2 അക്കം കേരളത്തിൽ നിന്ന് വരും BJP-ക്ക് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ED-യുടെ റെയ്ഡിന്റെ മുന്നിലാണ് 8ാമത്തെ തവണയും സമൻസ് വാങ്ങിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം 2024 നമ്മൾ നേരിടേണ്ടത്. ആ ആശങ്ക നിൽക്കുമ്പോൾ BJP നടത്തിയെന്ന് പറയുന്ന വികസനം 2014 അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയുടെ പൊതുകടം 54 ലക്ഷം കോടി മാത്രമായിരുന്നു. ഇന്നത്തെ പൊതുകടം എത്രയാണ്? അപ്പോൾ വികസനം ഉണ്ടായത് പൊതുകടത്തിലാണ് എങ്കിൽ ഈ രാജ്യത്ത് ദാരിദ്ര്യം വളർന്നതെന്ന് ചിന്തിക്കണം, തൊഴിലില്ലായ്മ വർദ്ധിച്ചതെന്ന് നോക്കണം. ഈ രാജ്യത്ത് എന്ത് വികസനമാണ്, അദാനിക്കല്ലാതെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് വലിയ വേരുകൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറം വേരുകളില്ല എന്ന് പറയുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സുപ്രഭാതത്തിൽ ജനിക്കുന്നതല്ല, അത് ഘട്ടം ഘട്ടമായി വളരുന്നതാണ്. ആ വളർച്ച ഇന്ത്യയിൽ ആകമാനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത് കഴിഞ്ഞ 3 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ നാമമാത്രമാണെങ്കിലും വോട്ടിലൂടെ നാം തെളിയിച്ചതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങൾ ഛത്തീസ്ഗഡ് മേയർ സ്ഥാനവും ചണ്ഡീഗഡ് ആം ആദ്മി പാർട്ടി മേയറാണ് ഭരിക്കുന്നത്. കുതന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല. ജിൻഡോ, നേരത്തെ BJP പ്രതിനിധി ചോദിച്ച ചോദ്യം അക്കമിട്ട് പറയാൻ കഴിയുമോ? ഹൈബിയുടെ കൊച്ചി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തിന് ഹൈബിക്ക് വോട്ട് കൊടുക്കണം? പ്രതിഷേധിച്ച് ഡൽഹിയിൽ പോയി ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ടുവരാനോ എന്നതാണ് ചോദ്യം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഡൽഹി കണ്ടു നടക്കാൻ വേണ്ടിയിട്ടല്ല MP-മാരെ വിടുന്നതെന്നാണ്. അതായത് പ്രതിഷേധിച്ച് സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന്. എന്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റിനകത്ത് സംസാരിക്കണം എന്നാണ്. പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചിന് നേരെ നോക്കി സംസാരിച്ചതിൻ്റെ പേരിലാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം ഇന്ത്യയിലെ 150ഓളം MP-മാരെ ഒരു സഭാ സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മുഖ്യ ലക്ഷണമാണത്. എന്നിട്ട് നിങ്ങൾ പറയുക ഡൽഹി കാണാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു വിടുമ്പോൾ അവർ പാർലമെൻറ്റിൻ്റെ പുറത്തല്ലേ പിന്നെ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിനപ്പുറത്ത് സായുധ വിപ്ലവത്തിലേക്കൊന്നും കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയും ഈ MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തേക്ക് വരുന്നത് BJP-ക്കെതിരെ അതിശക്തമായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു വികസനത്തിന്റെ ഒരു പ്രതിച്ഛായ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഒട്ടാകെ വിതറിയിട്ടില്ലേ? അങ്ങനെ ഒരു പ്രതിച്ഛായയിലാണോ ഈ 3ാമത്തെ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നത്? അങ്ങനെ ഒരു സംശയം ജനങ്ങളുടെ ഇല്ലേ? അല്ല, വികസനം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കൊച്ചി മെട്രോ, ഇപ്പോൾ താങ്കൾ തന്നെ അത് കറക്റ്റ് ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ട് നടപ്പാക്കിയ പ്രോജക്റ്റ് ആയിരുന്നു. UPS ചെറുപ്പക്കാരെ തള്ളിവിട്ടതാണ് നിങ്ങളുടെ വികസനം. 23 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് തള്ളിവിട്ടതാണ് നിങ്ങളുടെ വികസനം. UPA സർക്കാരിൻ്റെ കാലത്ത് 27 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറിയപ്പോൾ 23 കോടി ആളുകളെ പ്രതിവർഷം 6 കോടി മനുഷ്യരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് വിടുന്നതാണ് നിങ്ങളുടെ വികസനം. കോവിഡിന് മുമ്പ് പ്രതിദിനം $1 വീതം സമ്പാദിക്കാൻ കഴിയുന്ന ആളുകൾ, സമ്പാദിക്കാൻ പറ്റാത്ത ആളുകൾ 6 കോടിയായിരുന്നെങ്കിൽ അത് കോവിഡിന് ശേഷം 13.5 കോടിയായിട്ട് വികസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 5% പട്ടിണി താഴ്ന്നിട്ടുണ്ട് എന്നാണ് അരുൺ. നമ്മൾ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നമ്മൾ ഈ രാജ്യത്താണ്. ഡാറ്റ കുക്കിങ്ങിലൂടെ അല്ലാതെ BJP-ക്കോ BJP-യുടെ പ്രതിനിധികൾക്കോ ഒരു ഡാറ്റ പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. സുബ്രഹ്മണ്യം പറഞ്ഞ മറ്റൊരു ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ. എന്താണ്? ഈ ഫിനാൻസ് കമ്മീഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന് ഇതേ BVR സുബ്രഹ്മണ്യം തന്നെയാണ് പറഞ്ഞത്. അതേ BVR സുബ്രഹ്മണ്യമാണ് പട്ടിണിയുടെ കണക്കും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു പറയട്ടെ. CAG റിപ്പോർട്ട് UPA സർക്കാരിന്റെ കാലത്ത് അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയി. അന്ന് ഇവർ പരാമർശിച്ച അഴിമതികൾക്കൊക്കെ ആധാരമായിട്ട് ഇവർ പറഞ്ഞു CAG റിപ്പോർട്ടുകളാ. ഇന്ന് CAG റിപ്പോർട്ട് പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ, ഇലക്ഷൻ കഴിയുന്നത് വരെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കേണ്ടെന്ന് പറഞ്ഞ സർക്കാർ BJP-യുടെ സർക്കാരാ. എന്തുകൊണ്ടാണ് CAG റിപ്പോർട്ടിന് ഇവർ ഭയപ്പെടുന്നത്? അന്ന് ഇവർ CAG റിപ്പോർട്ടാണ് അംഗീകരിക്കേണ്ടതെന്ന് പറയുന്നു. ഇന്ന് എന്തുകൊണ്ടത് അംഗീകരിക്കുന്നില്ല? പിന്നെ നിങ്ങൾ അഴിമതി ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതിയുടെ പേരിൽ അവർ ആക്രമിക്കുമ്പോൾ അതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കാടടച്ച് വെടിവെച്ചു. ഇന്ന് മുഴുവൻ അഴിമതിയും PM കെയർ ഫണ്ടിലൂടെ, ഇലക്ട്രൽ ബോണ്ടിലൂടെ, കൽക്കരി കുംഭകോണത്തിലൂടെ അദാനിയും അംബാനിയും നരേന്ദ്രമോദിയും കൂടി മൂവർ സംഘമായിട്ട് ഷെയർ ചെയ്തെടുക്കുകയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് മൊത്തത്തിൽ BJP-യുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. മറ്റു കാലങ്ങളിൽ ഇതിനു മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് അഴിമതി ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.